ചെമ്പ് പലകകൾ പഴുപ്പിച്ച ഭീമൻ കല്ല് ബലിശാലയിൽ തയ്യാറാക്കുകയാണ്. ആദ്യം മാഷിത്ത ബീവിയുടെ 3 പിഞ്ചുമക്കളെ നിഷ്കരണം അതിലേക്ക് വലിച്ചെറിഞ്ഞു. മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും മാഷിത്ത ബീവി ആദർശത്വത്തിൽ നിന്ന് ഒരടി പിന്തിരിഞ്ഞില്ല. അപ്പോഴും അവളുടെ ചുണ്ടുകൾ അല്ലാഹു അഹദ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. റളിയല്ലാഹു അൻഹ, എന്നെ തീയിലേക്ക് എറിഞ്ഞാലും ഞാൻ ഈ സത്യമാർഗത്തിൽ നിന്ന് പിന്തിരിയില്ല എന്നവർ ദൃഢവിശ്വാസത്തോടെ പറഞ്ഞു. കൈകാലുകളിൽ ആണിയടിച്ച ശേഷം കത്തിയെരിയുന്ന അഗ്നികുണ്ഡത്തിലേക്ക് ആരാച്ചാർ മാഷിത്ത ബീവിയുടെ ശരീരത്തെ എടുത്തെറിഞ്ഞു. അപ്പോഴും അവർ അല്ലാഹു അഹദ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നുവത്രേ. ഫിർഔനിന്റെ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം കണ്ട് മനംനൊന്ത് കഴിയുകയായിരുന്നു ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഇതെല്ലാം ഉൾക്കൊണ്ട അവരുടെ മനസ്സിൽ രഹസ്യമാക്കി വെച്ച ഈമാനികാവേശം പുറത്തു വന്നു. മരണം വരിക്കേണ്ടി വന്നാലും ആദർശം അടിയറവ് വെക്കുകയില്ല എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. ഫിർഔനിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് തനിക്കും ഈ സമൂഹത്തിന് മോചനം വേണമെന്ന് അവർ ആഗ്രഹിച്ചു. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഫിർഔന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. കാരണം മൂസാ നബി അലൈഹിസ്സലാമിനെ വധിക്കാൻ ഒരുങ്ങിയപ്പോഴൊക്കെ അവർ തടസ്സം നിന്നിരുന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ മൂസാ നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ചു. മൂസാ നബിക്ക് അനുകൂലമായി നിലകൊണ്ടു മാത്രമല്ല, കൊട്ടാരത്തിലെ എല്ലാവരും തനിക്ക് മുന്നിൽ സാഷ്ടാംഗം നമിച്ചപ്പോഴും ഇന്നേ വരെ ആസിയ ബീവി തനിക്ക് മുന്നിൽ സാഷ്ടാംഗം നമിക്കാൻ തയ്യാറായിട്ടില്ല. ആസിയ ബീവിയുടെ ഉള്ളിലെ രഹസ്യം പുറത്തെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ ഫിർഔൻ ആസിയ ബീവിക്ക് മുന്നിലെത്തി. അവളും മൂസയും വിശ്വസിക്കുന്നവളാണെങ്കിൽ അവളെയും കൊന്നുകളയണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഫിർഔൻ ചോദിച്ചു, നീയും മൂസായുടെ റബ്ബിൽ വിശ്വസിക്കുന്നുവോ? കേട്ടയുടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉച്ചത്തിൽ പറഞ്ഞു, ഞാനും ഏക ഇലാഹായ മൂസയുടെ റബ്ബിൽ വിശ്വസിക്കുന്നു. ഇത് കേട്ട് കലികയറിയ ഫിർഔൻ പരിചാരങ്ങളോട് ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവിനെ വിളിക്കാൻ പറഞ്ഞു. ആസിയ ബീവിയുടെ മാതാവ് വന്ന് ഫിർഔനിന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ഫിർഔൻ പറഞ്ഞു, നിങ്ങളുടെ പുത്രി മതം മാറിയിരിക്കുന്നു. ഞാനല്ലാത്ത മറ്റൊരു ദൈവം അവൾക്കുണ്ടത്രേ. നിങ്ങൾ അവളെ പിന്തിരിപ്പിക്കുക, അല്ലാത്ത പക്ഷം ഞാൻ അവളെ ചുട്ടുകൊല്ലും. മാതാവ് പലതും പറഞ്ഞു നോക്കിയെങ്കിലും വിശ്വാസത്തിൽ നിന്നും ഒരടി പിന്നോട്ട് വെക്കാൻ അവർ തയ്യാറായില്ല. ഏകനായ അള്ളാഹുവിനെ ധിക്കരിച്ച് സൃഷ്ടിപൂജ നടത്താൻ ഞാൻ തയ്യാറല്ലെന്നും മരണം തന്നെ ഏൽക്കേണ്ടി വന്നാലും എന്റെ വിശ്വാസത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്നും ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഉറപ്പിച്ചു പറഞ്ഞു. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മതം മാറ്റത്തിൽ അരിശം പൂണ്ട ഫിർഔൻ പരിവാരങ്ങളോട് ആസിയ ബീവിയെ കുരിശിൽ തറക്കാൻ വേണ്ടി പറഞ്ഞു. സൈന്യം കുരിശ് തയ്യാറാക്കി. ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ സൈന്യം വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ഈ രംഗം കണ്ട് ആസിയ ബീവിയെ പരിചരിച്ച തോഴിമാർ ആർത്തട്ടഹസിച്ചു. സൈന്യം ആസിയ ബീവിയെ കുരിശിൽ മലർത്തി കിടത്തി. കൈപ്പത്തികളിലും കാൽപാദങ്ങളിലും വലിയ ഇരുമ്പാണികൾ അടിച്ചു താഴ്ത്തി. മുടി പിടിച്ച് കുരിശു പലകയിൽ വരിഞ്ഞുകെട്ടി. ശേഷം ചാട്ടവാറുകൊണ്ട് ശക്തമായി അടിക്കുവാൻ തുടങ്ങി. ഓരോ അടിയേൽക്കുമ്പോഴും ഹൃദയത്തിൽ ഈ മാനികാവേശം ഉയർന്നു വരികയാണ്. ഇടവിടാതെ അല്ലാഹു അഹദ് എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ശരീരമാസകലം രക്തത്തിൽ കുതിർന്നു. അപ്പോഴും വിശ്വാസത്തിൽ നിന്ന് ഒരിഞ്ച് ആ ഹൃദയം വ്യതിചലിച്ചില്ല. രംഗം കണ്ടുനിന്ന ഫിർഔൻ ആസിയ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ആസിയ, ഞാനല്ലാതെ നിനക്ക് മറ്റൊരു റബ്ബുണ്ടോ? ആസിയ ബീവി ആവേശത്തോടെ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹു മാത്രമാകുന്നു. ഇത് കേട്ട ഫിർഔൻ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ വിവസ്ത്രയാക്കാൻ കൽപ്പിച്ചു. പരിചാരകർ അവരെ വിവസ്ത്രയാക്കി. ചുട്ടുപഴുത്ത മണൽ പരപ്പിൽ അവർ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ കിടത്തി. വീണ്ടും കൈപ്പത്തികളിലും കാൽപാദങ്ങളിലും ആണികൾ തറച്ചു. അപ്പോഴും അടങ്ങാത്ത ഈമാനികാവേശത്തോടെ അചഞ്ചലമായ വിശ്വാസത്തോടെ അവർ ഉച്ചത്തിൽ അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ് എന്ന് ഉരുവിട്ടുകൊണ്ടിരുന്നു. കാരിരുമ്പിന്റെ ശക്തിയുള്ള ആ ഹൃദയം ആദർശം ആരുടെ മുന്നിലും അടിയറവ് പറയാൻ തയ്യാറായില്ല. പരിചാരകർ വലിയ പാറക്കല്ലുകൾ മഹദിയുടെ മേൽക്കിടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം മലക്കുകൾ റൂഹ് പിടിക്കാനെത്തിയിരുന്നു. ഈ സന്ദർഭത്തിൽ ആസിയ ബീവി റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചു, നാഥാ, നിന്റെ സമീപം എനിക്കൊരു ഭവനം നീ പണിയിച്ചു തരേണമേ. ഫിർഔനിന്റെയും അവന്റെ ജനതയുടെയും ക്രൂരകൃത്യങ്ങളിൽ നിന്നും എന്നെ നീ മോചിപ്പിക്കണമേ. അവരുടെ ആത്മാവ് സ്വർഗീയാരാമങ്ങളിലേക്കെത്തി. വമ്പൻ പാറക്കല്ലുമായി വന്ന ഭൃത്യന്മാർ അവ ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിലേക്കിട്ടെങ്കിലും അനക്കമുണ്ടായിരുന്നില്ല. ഫിർഔനിന്റെയും കിങ്കരന്മാരുടെയും ഈ ക്രൂരകൃത്യങ്ങളിൽ മനംനൊന്ത് പലരും ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് വിശ്വസിക്കുകയാണ്. വിശ്വാസത്തിന്റെ പാതയിൽ ആത്മാർപ്പണം ചെയ്ത ആ ധീര വനിതയെ ലോകത്താകമാനമുള്ള സ്ത്രീകൾക്ക് മാതൃകയായാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്.
പ്രതാപവും ഐശ്വര്യവും ആവോളം ആസ്വദിക്കാമായിരുന്നുവെങ്കിലും അവയെല്ലാം വെടിഞ്ഞ് ആദർശത്തിന്റെ ആഴപ്പരപ്പിലേക്ക് ആ മഹദി ഇറങ്ങി വന്നു. ഫിർഔനിന്റെ അപ്രീതിയെന്നും സമൂഹത്തിന്റെ മനസാക്ഷിയെയും വകവെക്കാതെ ആത്മധൈര്യത്തോടെയും അർപ്പണബോധത്തോടെയും സധൈര്യം മുന്നോട്ട് വരികയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. ഭൗതിക നേട്ടങ്ങൾക്കു വേണ്ടി ആദർശം അടിയറ വെക്കാൻ തയ്യാറാവുന്ന മാനവർക്ക് മാതൃകയായി അവർ നിലകൊണ്ടു. ഏത് പ്രതികൂല സാഹചര്യത്തിലും വിശ്വാസം കൈവിടാതെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് അവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഫിർഔനിനോടും അനുയായികളോടും പൊരുതാനോ അവരെ സത്യത്തിലേക്ക് ക്ഷണിക്കാനോ ഉള്ള കഴിവില്ലെങ്കിലും അവരുടെ പ്രവർത്തികൾ അനുകരിക്കാതെ വിട്ടുനിൽക്കാനും കാവൽ ചോദിക്കാനും അവർ തയ്യാറായി. ക്രൂര പീഡനങ്ങളിലും തന്റെ വിശ്വാസം മഹദി കൈവിട്ടില്ല. ഫിർഔനിന്റെ ആഡംബരവും കൊട്ടാരമെത്തകളും ആസിയ ബീവിയെ മോഹന വലയത്തിൽ അകപ്പെടുത്തിയില്ല. തനിക്ക് വന്ന് ഭവിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ തന്റെ വിശ്വാസത്തിന്റെ ദാർഢ്യത വർദ്ധിപ്പിക്കുവാൻ മഹദി ഉപയോഗപ്പെടുത്തി. തനിക്ക് വന്ന് ലഭിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ തന്റെ വിശ്വാസത്തിന്റെ ദാർഢ്യത വർദ്ധിപ്പിക്കുവാൻ മഹദി ഉപയോഗപ്പെടുത്തി. തൽഫലമായി അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിൽ മണിമന്ദിരം ലഭിക്കുകയും സൃഷ്ടിജാല നിർമ്മിതിക്ക് കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലെ പത്നിയായി വിരാജിക്കുകയും ചെയ്യാം. നന്മയും ഭക്തിയും നിറഞ്ഞ ജീവിതത്തിനാൽ മറിയം ബീവി റളിയല്ലാഹു അൻഹായെ പോലെ മാതൃകാ വനിതയായി ഖുർആൻ എടുത്തു കാണിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിരവധി പേർ പൂർണ്ണത നേടിയിട്ടുണ്ട്. എന്നാൽ സ്ത്രീകളിൽ നിന്ന് പൂർണ്ണത നേടിയത് ഫിർഔനിന്റെ ഭാര്യ ആസിയയും ഇമ്രാന്റെ പുത്രി മറിയമുമാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മഹത്തായ ഒരു നബിവചനമാണ്, ഒരു ഹദീസാണ് ഇവിടെ പറഞ്ഞത്. ഈ ഹദീസിലൂടെ ആസിയ ബീവിയുടെ മഹത്വം എത്രത്തോളമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ആസിയ ബീവി റളിയല്ലാഹു അൻഹായുടെയും മംഗല്യത്തിൽ പങ്കുകൊള്ളാൻ നമുക്കേവർക്കും തൗഫീക്ക് നൽകട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഉല്ലസിക്കാൻ നമുക്ക് നാഥൻ കനിയട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.